അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കേരളീയ സമൂഹത്തിന് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ജയരാജനെ പോലുള്ള ഒരാൾ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഇന്നും നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ പോയി നോക്കൂ. കണ്ണൂർ ജില്ലയിൽ ജനങ്ങൾക്കിടയിൽ, പാർട്ടിക്കാർക്കിടയിൽ ഏറ്റവും ബഹുമാനമുള്ള, വിശ്വാസമുള്ള നേതാവ് തന്നെയാണ് ഇ.പി. ജയരാജൻ. തീർച്ചയായും അദ്ദേഹത്തിന് വ്യക്തിഗതമായിട്ട് ചില ശീലങ്ങളുണ്ട്, ചില രീതികളുണ്ട്, വെട്ടിത്തുറന്ന് പറയുന്ന രീതിയുണ്ട്. ഇതെല്ലാം മനുഷ്യർക്കും പലതരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളുണ്ടാവും. എം.വി.ആറിന് ഒരു ശൈലി ഉണ്ടായിരുന്നു, നായനാർക്ക് വേറൊരു ശൈലി ഉണ്ടായിരുന്നു, വി.എസിന് വേറൊരു ശൈലി ഉണ്ടായിരുന്നു. ആ തരത്തിലുള്ള ശൈലികളുണ്ട്. അതേ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. അത് പാർട്ടിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ അനുമതി ഉണ്ട് ഇല്ല എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് താല്പര്യം അല്ല പൊതുസമൂഹത്തിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ അത് അറിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആത്മകഥയിലല്ലാതെ പിന്നെ എവിടെ ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ഇതിന് സാങ്കേതികമായിട്ട് പാർട്ടിയുടെ പെർമിഷൻ എടുത്ത് പാർട്ടിയുടെ എല്ലാ പെർമിഷനും എടുക്കാനൊന്നും കഴിയില്ല. ആരാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്? ഇപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് പാർട്ടി. അദ്ദേഹത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് കേരളത്തിലെ പാർട്ടിയുടെ തലപ്പത്തുള്ളത്. അത് നമ്മളെന്താ മനസ്സിലാക്കാത്തത്? ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് തികച്ചും അപമാനിച്ച് പുറത്തുവിടുന്ന രൂപത്തിലായിരുന്നു. കാരണം അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാതെയാണ് അദ്ദേഹത്തിനോട് ഇത് പറയുന്നത് നിങ്ങൾ മാറുക എന്നുള്ളത്. ആ തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് വേണ്ടത് ജാഗ്രത പുലർത്തിയില്ല. അത് ഞാനിവിടെ അതിന് ശേഷം വന്ന ആൾ വലിയ ജാഗ്രതയിലേ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ജയരാജനെതിരായിട്ട് കൂടിക്കാഴ്ച നടത്തിയ തെരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ചു പറഞ്ഞില്ലല്ലോ. അത് ജാഗ്രത കുറവാണെന്ന് കണ്ടൂടെ പാർട്ടിക്ക്? ജാഗ്രത കുറവ് അവർക്ക് മാത്രം. ഞാൻ ചോദിക്കട്ടെ, CPM-ൽ ഈ പിന്നെ ജാവ്ദേക്കർ മാത്രമല്ല, വേറെ വത്സൻ തില്ലങ്കേരി അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തുന്ന എത്ര ആളുകളുണ്ട്? എത്ര ആളുകളെ നേതാക്കളുടെ മക്കളെക്കുറിച്ച് ആരോപണങ്ങൾ നടക്കുന്നുണ്ട്? എത്ര ആളുകളുടെ ഓഫീസിലിരിക്കുന്ന ആളുകൾ കള്ളക്കടത്തിന് ജയിലിൽ പോയിട്ടുണ്ട്? എത്ര ആളുകളുടെ മക്കൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ഹാജരാവേണ്ടി വന്നിട്ടുണ്ട്? ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ജയരാജനെ മാത്രം ഒറ്റ തിരിഞ്ഞ് അദ്ദേഹം ഒരു വലിയ ജാഗ്രത കുറവുള്ള മനുഷ്യനാണ് എന്ന മട്ടിലൊക്കെ എന്താ പറയുക സ്റ്റാമ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ജാവ്ദേക്കർ കാണുന്നതല്ല ജാഗ്രത കുറവ്, കണ്ട കാര്യം തെരഞ്ഞെടുപ്പ് ദിവസം വിളിച്ചു പറയുന്നതായിരിക്കും ജാഗ്രത കുറവ്. അങ്ങനെ കണ്ടൂടെ? അത് അവരോട് ചോദിക്കാം. എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ചില നീതിബോധമൊക്കെ കാണിക്കണം. ഒരു നേതാവിനോട്, സീനിയറായിട്ട് നേതാവിനോട് നിരന്തരമായിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ അപഹാസ്യപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനം എടുക്കുന്നത് ശരിയല്ല. അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ട് എനിക്കിത് മടുത്തു തുടങ്ങിയിരിക്കുന്നു, എനിക്ക് ഈ പ്രവർത്തനങ്ങൾ വിട്ട് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ആ നിരാശാബോധം അങ്ങനെയുള്ള നേതാവിന് വരുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് നീതി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് നീതി കാണിക്കുന്നില്ല കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ്. തീർച്ചയായും ആ പാർട്ടി ഇന്നല്ലെങ്കിൽ നാളെ ആ വിഷയത്തിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ജയരാജനെ പോലുള്ള ഒരാളോട് എന്തുകൊണ്ട് പാർട്ടിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകുന്ന ഒരു സന്ദർഭത്തിലെങ്കിലും അവർ ഉന്നയിക്കേണ്ടി വരും, സ്വയം വിമർശനമായി പരിശോധിക്കേണ്ടി വരും എന്നെനിക്ക് ഉറപ്പാണ്.